അപ്പോൾ നോക്കണം, ഇവിടെ ഒരു ഒട്ടകം പ്രയാസപ്പെട്ടപ്പോൾ പോലും നബി എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഒട്ടകം ഉണ്ടാകുമോ? അല്ലാത്ത കുറേ ജീവികളുണ്ടാവും അല്ലേ? പ്രാണികൾ, പൂച്ച, നായ. അപ്പോൾ നമ്മൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെന്താ ചെയ്യല്? നിങ്ങളുടെ വീട്ടിലെ നായ, പൂച്ച ഉണ്ടാവും എന്ത് ചെയ്യല്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ നമ്മൾ അല്ലേ പൂമത്തണലിൻ്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? എന്താണ് സ്പെഷ്യൽ പ്രോഗ്രാം നമ്മളെ? കഥ പറയാം അല്ലേ? ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതാണ് അല്ലേ? നമുക്കൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ 2-3 രൂപത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സാധാരണ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കും അല്ലേ? ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യും? ഓരോ വിഷയങ്ങൾ പഠിക്കും നമ്മൾ. പിന്നെ എന്നെ പഠിക്കണേ കണ്ട കഥ കേട്ട് പഠിക്കും. പിന്നെ വേറെന്തുള്ളത്? അങ്ങനെയാണ്. വെരി ഗുഡ്. എന്താണ്? പാട്ട് കേട്ട് പഠിക്കും അല്ലേ? നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ആക്ഷൻ സോങ്, എല്ലാ പാട്ടും. ഈ പാട്ടിലൂടെ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ പഠിക്കും. ആ പാട്ടിലൂടെ പഠിക്കും. പിന്നെ ലേഖനങ്ങൾ വായിച്ചിട്ട് പഠിക്കും. പിന്നെ കഥ കേട്ട് പഠിക്കും. പിന്നെ ഖുർആൻ അർത്ഥം വായിച്ച് പഠിച്ചിട്ട് അങ്ങനെയും കുറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് തന്നെ എന്ത് ചെയ്യണം? കഥ കേട്ടുകൊണ്ട് പുതിയൊരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ കഥ പറയാരാ? നമുക്ക് ഒരുമിച്ച് കഥ പറയാം ഇൻഷാ അല്ലാഹ്. ഒരുമിച്ച് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുന്ന പോലെ അങ്ങനെ മൂന്നോളൊപ്പം ഇങ്ങനെ പറഞ്ഞു പോകുകയല്ല. പിന്നെ എങ്ങനെയാണ്? കുറച്ച് എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക? ഒരു കഥ പറയാം. കേട്ടല്ലോ? അപ്പോൾ ഏതാ പറയാ? കാരുണ്യമുള്ളവരാവുക. കാരുണ്യമുള്ളവരാവുക. ആരോട്? മൃഗങ്ങളോട്. യെസ്. എന്താണ്? മൃഗങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണയുള്ളവരാകണം അല്ലേ? മൃഗങ്ങൾ പാവാണല്ലേ? ഇതൊക്കെ സംസാരിക്കാൻ അറിയില്ല, പ്രാണികളാണ് അല്ലേ? നമ്മളൊരു കല്ലിൽ തെറിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലേ? തിരിച്ച് കാട്ടാൻ ചിലപ്പോൾ കഴിയില്ല അല്ലേ? കഴിയുമോ? ഇപ്പം നമ്മളൊരു ഒരു 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 പശുവിനെ കണ്ട്, ഒരു പൂച്ചനെ കണ്ട് നമ്മളൊരു കല്ലിൽ തെറിഞ്ഞ് എന്ത് ചെയ്യും? പൂച്ച തിരിച്ച് എഴുതിയോ? നമ്മളെ അടിക്കുമോ? അപ്പം പ്രാണികളോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത്. ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഒന്നാമത്തെ കഥയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. തുടങ്ങുക. നെർമി തുടങ്ങിക്കോ. നെർമി കഴിഞ്ഞ എപ്പിസോഡ് കഥ പറഞ്ഞിട്ടില്ല അല്ലേ? എന്താണ് പറയുക? കഥ എന്താണ്? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ഒരു വരി പറയുള്ളൂ, ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. പറയട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാക്കിയോ? എന്താണ്? ആര്? ഒരു ഒട്ടകം നബിയെ കണ്ടപ്പോ എന്ത് ചെയ്തു? കരഞ്ഞു. പിന്നെ അപ്പോൾ നബി അതിന്റെ തലോടി കൊടുത്തു. എന്തിനാണ്? നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കരയിലുണ്ടോ? കരയുമ്പോ എന്ത് ചെയ്യും അമ്മ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കരയുമ്പോ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പുറത്തെ തൊട്ടിക്കണ്ടില്ല, അല്ലെങ്കിൽ തല എന്ത് ചെയ്യും? അതുപോലെ നബി എന്ത് ചെയ്ത്? മൃഗത്തോടുള്ള സ്നേഹം കൊണ്ട് എന്ത് ചെയ്ത്? തലോടി കൊടുത്തു. അപ്പോഴോ ഒട്ടകം കരച്ചിൽ നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ഈ ഒട്ടകത്തിന്റെ യജമാനല്ലേ? കാരണം ഒട്ടകം കരഞ്ഞപ്പോ നബിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. വെറുതെ കരയാരെങ്കിലും ഒരു രസത്തിന് നബിനെ കാണുമ്പോൾ കരയാ അങ്ങനെ ഉണ്ടാകുമോ? ഇല്ല. എന്നിട്ട് അപ്പോ ഒരു അൻസാരി തോട്ടത്തിലേക്ക് വന്നു. അൻസാരി ഒരാള് തോട്ടത്തിലേക്ക് വന്നു. അപ്പൊ ചോദിച്ചു, ആരാണ് ഇതിന്റെ യജമാനൻ ചോദിച്ചു. അല്ല, ആരാണ് യജമാനൻ ചോദിച്ചപ്പോ ആര് വന്നു? അൻസാരി വന്നു. ഓക്കെ. അപ്പോ നബി പറഞ്ഞു,
മൃഗങ്ങളോട് കാരുണ്യം ആ കാണിക്കണം. കാരുണ്യം കാണിക്കണം. ഈ മൃഗത്തിന്റെ പേരിൽ എന്ത് ചെയ്യും? അള്ളാനെ അള്ളാഹ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്താ സംഭവം ഉണ്ടായിട്ടുള്ള എന്താണ്? ഈ യജമാന ഇതിനെ ഉപദ്രവിച്ചു. ആ ഒട്ടകം നബിയോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അത് നബിക്കുള്ള കഴിവാണ്. നിങ്ങളെ വീട്ടിലത്തെ പോത്ത് അല്ലെങ്കിൽ പൂച്ച നായങ്ങോട് സങ്കടം പറയലുണ്ടോ? ഇല്ല. നിങ്ങളിങ്ങനെ പറയോ? ഒരു പൂച്ച ഒന്നും കാണും ഇങ്ങനെ നിർമ്മി നോക്കിയാണ് ഇങ്ങനെ ഇന്നയാള് കാട്ടി കല്ലെടുത്ത് പറയലുണ്ടോ? പറയോ? ഇല്ല. പക്ഷെ നബിക്ക് അങ്ങനത്തെ ഒരു കഴിവ് പഠിച്ചാൽ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. നബിക്ക് പല കഴിവും കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നബിയോട് കല്ല് സലാം പറഞ്ഞ സംഭവങ്ങളുണ്ട്. മിമ്പർ അല്ലേ? ഒരു മിമ്പർ ഇല്ല, ഒരു സംഭവം ഇല്ലേ? ഒരു നബി കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച മിമ്പർ എന്ത് ചെയ്ത് ഒരു പുതിയ മിമ്പർ കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് ഈ മിമ്പർ മാറ്റി നബി ആ പുതിയ മിമ്പർ വന്നപ്പോൾ എന്ത് ചെയ്ത് ആ മിമ്പർ കരഞ്ഞു എന്നാണ്. ആ മിമ്പർ കരഞ്ഞു. അപ്പോൾ നബി എന്ത് ചെയ്ത് ആ മിമ്പറിനെ പോയിട്ടൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ കരച്ചിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടക നബിയോട് പരാതി പറഞ്ഞിരിക്കണം. എന്ത്? എൻ്റെ യജമാനൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കണം, ഇവിടെ ഒരു ഒട്ടകം പ്രയാസപ്പെട്ടപ്പോൾ പോലും നബി എന്ത് ചെയ്തിട്ടുണ്ട്? ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും? ഒട്ടകം ഉണ്ടാക്കോ? അല്ലാത്ത കുറേ ജീവികളുണ്ടാവും അല്ലേ? പ്രാണികൾ, പൂച്ച, നായ. അപ്പോൾ അവരൊക്കെ നമ്മളെന്ത് ചെയ്യണം? നിങ്ങളെന്താ ചെയ്യല്? നിങ്ങളുടെ വീട്ടിലെ നായ പൂച്ച ഉണ്ടാവും എന്ത് ചെയ്യല്? പൂച്ചക്ക് ഫുഡ് ഫുഡ് കൊടുക്കും നമ്മളല്ലേ? മീൻ അല്ലെങ്കിൽ ഫുഡ് ബാക്കിയ ഫുഡുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൊടുക്കും. ഒരിക്കലും എന്ത് ചെയ്ത് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പറ്റൂല. മനസ്സിലായല്ലോ? അവർ മിണ്ടാപ്രാണികൾ അല്ലാൻ്റെ ഒരു പ്രത്യേക ജീവികളാണ് അല്ലേ? അപ്പം അവരെ നമ്മളൊരിക്കലും പ്രയാസപ്പെടുത്തരുത്. ചില വീട്ടിലൊക്കെ എന്ത് ചെയ്യും? ഒരു സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണത് അല്ലേ? ഒരു പൂച്ചനെ നായനെ കണ്ട അപ്പം എന്ത് ചെയ്യും? നോക്കും. കല്ലെടുക്കാൻ നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കല്ലെടുത്ത് എറിയുക, അല്ലെങ്കിൽ വടിയെടുത്ത് പിന്നാലെ കൂടി എന്ത് ചെയ്യുക? അതിനെ അടിക്കുക. ഇതൊക്കെ എന്താണ്? പഠിച്ചവിടുന്ന് കുറ്റം കിട്ടുന്ന കാര്യമാണ്. കാരണം അവരെന്താണ്? പാവങ്ങളാണ് അല്ലേ? മിണ്ടാപ്രാണികളാണ്. ഇതാണ് അങ്ങനെയുള്ള ജീവികളാണ്. അപ്പോൾ ഈ കഥ പഠിപ്പിക്കണം എന്താണ്? മൃഗങ്ങളോട് മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് ആ സ്വഹാബിയെ പഠിപ്പിച്ചു. അൻസാരി ആ സ്വഹാബിയെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിലെ ഈ ഒരു ഒന്നാമത്തെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അതായത് മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ വീട്ടിലുണ്ടാണ് ഇതേപോലെ സംഭവങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ആരെങ്കിലും ചെയ്യണേ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? തടയണം അല്ലേ? അത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളെന്ത് ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? ഈ കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ അയൽവാസിയോ അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യാണ്? ഒരു പൂച്ചനെ അല്ലെങ്കിൽ കോഴി എന്ന് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുക. ഒരു കഥ ഉണ്ട് ഇങ്ങനെ, നബിൻ്റെ കാലത്താണ് സംഭവമാണ്. അപ്പോൾ നബി എന്തിട്ടുണ്ട്? നബി അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാനെ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ള കഥ. ചില കരയുന്ന ഒരു ഒട്ടകം അല്ലേ? അങ്ങനെയും പറയാം. കഥക്കാന പേരിടുക കരയുന്ന ഒട്ടകം, അല്ലെങ്കിൽ നബിയോട് സംസാരിച്ച ഒട്ടകം, എന്ത് പേര് നമുക്ക് ഇടാം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഈ ഒരു എപ്പിസോഡിൽ ഒന്നാമത്തെ കഥ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക അല്ലേ? ഏകദേശം നമുക്കൊരു പാഠം മനസ്സിലായി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീട്ടിൽ പിന്നെ കോഴികളുണ്ടാകും, പൂച്ചയുണ്ടാകും, നായകളുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാപ്രാണികളുണ്ടാകും. അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവയെ സ്നേഹിക്കണം അല്ലേ? അവയെ ഉപദ്രവിക്കരുത് എന്ന് നമ്മുടെ പാഠമാണ് ഈ ഒരു ചെറിയ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, എല്ലാവരോടും, മനുഷ്യരോടും മൃഗങ്ങളോടൊക്കെ പിന്നെ കരുണ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു കഥ പോരല്ലോ, ഒരു എപ്പിസോഡിൽ 2 കഥ വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പിന്നെ മൃഗവുമായി ബന്ധപ്പെട്ടല്ലേ, മിണ്ടാപ്രാണിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി എന്ത് ചെയ്യാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മോട് ഈ ഒരു കഥ പറയണത്, ഒരു കൊച്ചു കഥ പറയണത് നമ്മുടെ കൂട്ടത്തിലെ കൊച്ചു കൂട്ടുകാരിയായ നിർമ്മിനാണ് അല്ലേ? ഓക്കെ, ഏതാ കഥ? പൂച്ചയെ കെട്ടിച്ച കഥ, കെട്ടിയിട്ട കഥ, പൂച്ചനെ കെട്ടിച്ച്. പറഞ്ഞോ. ഓക്കെ. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ അതിനെ കെട്ടിയച്ചു വിട്ടില്ല.
കെട്ടയച്ചു വിട്ടാൽ അതിന് ഭക്ഷണം അന്വേഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ വല്ല പ്രാണികളെയും പിടിച്ച് കഴിക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പൂച്ച കാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. പൂച്ച എന്ത് ചെയ്തു? പൂച്ച ചത്തു. ചത്തില്ലേ? പൂച്ച ചത്തപ്പോൾ നബി എന്താ പറഞ്ഞത്? ആ പൂച്ച കാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. സംഭവം എന്താണ്? അതേപോലെ ഒരു നായന്റെ കഥ. നായന്റെ കഥയുണ്ട്. നായന്റെ എന്തേനി? അത് ഒരു നായ മരുഭൂമിയിലെ കിണറിന്റെ ചുറ്റോറം നടക്കുന്നത് ഒരാള് കണ്ടു. ആ സമയത്ത് അയാളെ ഷൂസുമ്മ കയറ് കെട്ടിയിട്ട് അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റില് അയാള് ഇറങ്ങിയിട്ട് ഷൂസിൽ വെള്ളം എടുത്തിട്ട് ആ നായക്ക് കൊടുത്തു. ആ കാരണത്താല് അയാള് സ്വർഗത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ ഒരു പൂച്ച കാരണത്താൽ ഒരു സ്ത്രീ നരകത്തിൽ നബി പറഞ്ഞു, ഒരു നായ കാരണത്താല് സ്വർഗത്തും പറഞ്ഞു. ഇത് രണ്ടും എന്താണ്? മൃഗത്തോട് ചെയ്ത, ഒരാള് മൃഗത്തോട് കാണിച്ച തെറ്റും മറ്റേത് നല്ലതും അല്ലേ? ഒന്ന് മൃഗത്തെ പ്രയാസപ്പെടുത്തി, പൂച്ചനെ പ്രയാസപ്പെടുത്തി, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തി. ഇതോ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്ത് സന്തോഷം നൽകിയാണ് അതിന്റെ പ്രയാസം മാറ്റി കൊടുത്ത് അല്ലേ? ഇത് കാരണത്താൽ നബി പറഞ്ഞ എന്താണ്? നോക്കി, ഒരു ചെറിയൊരു പിന്നെ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ, ഇത് കാരണത്താൽ ഒരു സ്ത്രീ നരകത്ത് പോകാനോ സ്വർഗത്ത് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഇതിൽ പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഉണ്ട്, ചില ആളുകൾ എന്ത് ചെയ്യും, ഇതുപോലെ ചില പക്ഷികളെയൊക്കെ എന്ത് ചെയ്യും, കൂട്ടിലിട്ട് വളർത്തും. അങ്ങനെ വളർത്താൻ പറ്റിയ പക്ഷികളുണ്ടാവും, പറക്കാൻ കഴിയാത്ത പക്ഷികൾ, ചെറിയ ലവ് ബേർഡ്സ് പോലത്തെ. അതല്ലാത്ത വീട്ടിലുണ്ട്, അങ്ങനെ വീട്ടിലുണ്ട്. പക്ഷെ നമ്മൾ അല്ലാതെ സാധാരണ നോർമലായിട്ട് ഈ ശരിക്ക് പാലെടുക്കുന്ന പക്ഷികളെ പിടിച്ച് കൂട്ടിലാൻ പാടില്ല. കാരണം അവരെ സ്വാതന്ത്ര്യം എന്താണ്? പറന്നടക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സ്വാതന്ത്ര്യം എന്താണ്? നമ്മളെല്ലായിടത്തേക്കും അങ്ങോട്ട് പോവാ. നമ്മളൊരു വീട്ടിനുള്ളിൽ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ഒരു മാസം. ഇതേപോലെ തന്നെയാണ് പക്ഷികളുടെ അവസ്ഥ. ആ പക്ഷികൾക്ക് എന്താണ് ഇഷ്ടം? പറന്നടക്കാനാണ്, എല്ലായിടത്തേക്കും പോകാനാണ് അല്ലെ? ഓരോ മരത്തിലും പോയിട്ട് ഭക്ഷണം തേടുക, ഓരോ ഭാഗത്തും പോവുക. നമ്മളങ്ങനെ തന്നെയാണ്. നമ്മൾ മരത്തും കൂടെ പോലെങ്കിലും എന്ത് ചെയ്യും, നമ്മളും ഇതേപോലെ നടക്കണം. അപ്പം നമുക്ക് ആ റൂം നടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, റൂം നടക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് മതിയോ? അല്ല, നമ്മൾ അടച്ചിട്ട് നമുക്ക് ആർക്കൊന്നുമില്ല, ഇഷ്ടമില്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ജീവികളോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അപ്പോൾ നെർമീൻ പറഞ്ഞ കഥയിൽ ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ആ പൂച്ചനെ കെട്ടയച്ചു വിട്ടാൽ എന്ത് ചെയ്യും? അത് ഒറ്റക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കൂലേ? നമ്മളെ കൊടുക്കണമെന്നില്ലല്ലോ, അതിന് ഇന്നെ വീടുന്നുണ്ടോ? വേസ്റ്റ് ഇട്ടാൽ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് കഴിച്ചു പോരും. അത് നമ്മളെ വീട്ടിൽ തന്നെ കഴിക്കുമെന്ന് അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉച്ചക്ക് അവിടെ വരി ഭക്ഷണം കഴിക്കുകയാണ്, രാത്രി നിങ്ങൾ വേറെ വീട്ടിൽ ഭക്ഷണം കഴിക്കലുണ്ടോ? ഇല്ല. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണം അല്ലേ? നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ പൂച്ചക്ക് നായ്ക്കൊക്കെ അങ്ങനെ ഉണ്ടോ? അവർക്ക് എന്ത് ചെയ്യാം? എവിടെയും പോയിട്ട് കഴിക്കാം. അടിപൊളി ഫുഡ് കിട്ടും അല്ലേ? വ്യത്യസ്തമായ ഫുഡ് കിട്ടും. എവിടെയും പോയിട്ട് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പ്രാണികളെ കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെ കഴിക്കുക ഒക്കെ പറ്റും. എലിനെ കഴിക്കുക, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരിക്കലും ഒരു പൂച്ചനെ നമ്മൾ കെട്ടിട്ട് വളർത്താൻ പറ്റൂല. ഇത് കെട്ടി വളർത്തിയേക്കല്ല, ഇത് ഭക്ഷണം കൊടുക്കാതെ അതിനെ പ്രയാസപ്പെടുത്തിയേക്കാണ്. എന്നാൽ മറ്റേ ആളോ ഒരു നായക്ക് മനസ്സിലായി, ആ നായനെ കണ്ടപ്പോൾ എന്ത്? വിശന്ന് നിൽക്കുക എന്നുള്ളത്, ദാഹിച്ച് നിൽക്കുക എന്നുള്ളത്. അത് മണ്ണിലിങ്ങനെ നക്കിക്കൊണ്ട് നിൽക്കണം നായ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാൾ പ്രയാസപ്പെട്ട് അയാളെ ഷൂല് കിണറ്റിലേക്ക് ഇറങ്ങി അല്ലേ? ചില കഥയിൽ പറയാണ്ട് ഒരു പിന്നെ 2 കൈയും പിടിച്ച് കയറി ആൾ കിണറ്റിലേക്ക് പോയില്ലേ? പിന്നെ ഈ അയാളെ പല്ലുകൊണ്ട് ഷൂ കടിച്ചു പിടിച്ച് എന്ത് ചെയ്ത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് കരത്ത് കയറി ആ നായക്ക് വെള്ളം കൊടുത്തു പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും നമ്മളന്ന് ചേർത്തി പഠിക്കേണ്ട ഒരു കഥയാണ്. തൊട്ടുമുമ്പ് പറഞ്ഞത് ഒട്ടകത്തിൻ്റെ പ്രയാസപ്പെടുത്തിയ കഥയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ 3 കഥയും തന്നെയാണ് മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിക്കണ കഥയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ഈ ഒരു കഥയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ കഥയിലെയും പാഠങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിക്കണം. കഥ കേട്ട് പോകുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു കഥാപുസ്തകത്തിലെ കഥ വേണ പോലെയല്ല. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന കുറേ സംഭവങ്ങളാണ്. മാത്രമല്ല റിയലായിട്ട് നടന്ന സംഭവങ്ങളാണ്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ കഥാരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് നല്ല കുട്ടികളായി വളരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ കഥകളും പാട്ടുകളൊക്കെ
പഠിക്കുക. പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വറഹ്മത്തുള്ളാഹി